എല്ലാവർക്കും നമസ്കാരം. ധർമ്മടം ഹാർട്ട് ബീറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ഡയറക്ടർ, റൈറ്റർ, ട്രാവലർ, അങ്ങനെ ഒത്തിരി മേഖലകളിൽ പരിചയസമ്പന്നനായിട്ടുള്ള ശ്രീ അജിത് സായിയാണ്. നമസ്തേ സാർ. എന്തൊക്കെ വിശേഷം? അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്കുള്ള സാറിന്റെ വരവ്? ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു റൈറ്റർ അല്ലെ ഡയറക്ടറിന് മാത്രമല്ല, ഒത്തിരി അല്ലാത്ത കാര്യങ്ങളും സാറിൻ്റെ ഒരു ബയോഡേറ്റർ ഉണ്ട്, ട്രാവലർ, അതുപോലെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നതല്ല, എല്ലാ കാര്യവും നമ്മൾ തന്നെയാണ്. ഓരോ യാത്രകളും ഇന്ത്യയിലായാലും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച്. അപ്പോൾ ഈ യാത്രകളിൽ നമുക്ക് തരുന്ന എനർജി, ഈ എനർജിയാണ് എഴുത്തായി മാറുന്നത്. ആ എഴുത്ത് ഞാൻ ടെക്നിക്കലി ക്യാമറ പഠിച്ച ഒരാളായതുകൊണ്ട് ആ എഴുത്ത് ദൃശ്യമായി മാറുന്നു. അപ്പോൾ ഇതൊന്നും ഒന്നിലൊന്നും വ്യത്യസ്തമല്ല, പരസ്പര പൂരല്ലോ എല്ലാം കാണും. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാനിപ്പോ പ്രൊഫൈൽ നോക്കിയപ്പോ കണ്ടൊരു കാര്യം വെച്ചാല് മോഹൻലാൽ സാറിന്റെ കൂടെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് അതിപ്പോ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, എങ്ങനെയാണ് ആ ഒരു, കാരണം ലാലേട്ടന്റെ കൂടെ ഒരു ആൽബം ഒക്കെ ചെയ്യാന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എങ്ങനെ അതിന്റെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ലാലേട്ടിലേക്ക് എത്തുന്നതും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഇതുവരെയുള്ള കലാജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ഉള്ള നിമിഷങ്ങളായി കാണുന്ന കുറച്ച് മുമ്പ് മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ്റെ, നമ്മുടെ അഭിമാനമായ മഹാനടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, പിന്നെ ലോകത്തിൻ്റെ തന്നെ അഭിമാനമായ യേശുദാസിന്റെ മഹാഗാനങ്ങളുടെ കൂടെ പാട്ട് ചെയ്യിക്കാൻ പറ്റുക, ചിത്രചേച്ചിയിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഡിവോട്ടിയാണ്. അമ്മ മൂകാംബിക എനിക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. മോഹൻലാലുമായിട്ടുള്ള ഡാൻസറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞത് ഞാൻ ടി.എ. ഷാഹിദിൻ്റെ കൂടെയാണ്. ബാലകൻ രാജമാണിക്യം, മാമ്പഴക്കാലം, നാട്ടുരാജാവ്, അയ്യപ്പ, പച്ചക്കുതിര, കാക്കി, ഇതൊക്കെ എഴുതിയില്ല ടി.എ. ഷാഹിദിൻ്റെ കുറേറ്റായിരുന്നു. അങ്ങനെ അലീഫ് ഭായ് എന്നുള്ള സിനിമ കോഴിക്കോട് നടക്കുമ്പോൾ ആണ് വളരെ ഒരു കാഷ്വൽ ടോക്കിൽ ഡാൻസറിനോട് ലാലേട്ടനോട് ഒരു മുത്തപ്പൻ്റെ ആൽബം ചെയ്യുന്നുണ്ട്. അതിനൊന്ന് പാട്ട് പാടിച്ചിരുന്നു, ഒരു തമാശ പാട്ട് ചോദിച്ച ചോദ്യം പുള്ളിയെ സീരിയസ് ആക്കി എടുത്തു. അതിനെന്താ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഗുരുതുല്യമായിട്ടുള്ള രാജാമണിയേട്ടൻ മ്യൂസിക് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് പാട്ട് പാടും. അപ്പോൾ ആ സമയത്ത് ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം പറ്റില്ല. സാർ ലാലേട്ടൻ പാടിത്തരുന്നു എന്ന വലിയ കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺസോൾ റൂമിൽ ഇരിക്കുന്ന ആളെ, അല്ലെങ്കിൽ ക്യാമറയുടെ പുറകിൽ ഇരിക്കുന്ന ആളെ, എത്ര ചെറിയ കുട്ടിയാണെങ്കിലും സർ എന്ന് മാത്രം വിളിച്ച് സംഭവിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. അപ്പോൾ അദ്ദേഹം സാറ് ഷൂട്ട് ചെയ്തില്ല ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. ആ ഷൂട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല, കാരണം അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് ക്യാമറ വെക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കുന്നില്ല പുറത്താണ്. പക്ഷെ വളരെ കൂളായിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ സംബന്ധിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിലും മോഹൻലാൽ സാറിൻ്റെ ജീവിതത്തിലും ആദ്യത്തെ ആൽബം, അവസാനത്തെ ആൽബം, അതിനായിട്ടും അദ്ദേഹം ആൽബം ചെയ്തിട്ടില്ല. ഒരേ ആൽബം അധികം ചെയ്തിട്ടു. അത് ഡയറക്റ്റ് ചെയ്യാനുള്ള പുണ്യം, ഭാഗ്യം എനിക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിത്വമാണ് നമ്മുടെ മണിച്ചേട്ടന്റെ കൂടെ ഇതുപോലെ ആൽബം ചെയ്തിട്ടുണ്ട്. മണി, ഞാൻ മണിച്ചേട്ടനല്ല, മണി എന്ന് വിളിക്കുന്ന സൗഹൃദം, നമ്മൾ എടാ പോടാന്ന് വിളിക്കുന്ന ഒരു ബന്ധം സൂക്ഷിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ മണിയുടെ ഒരാൾക്കല്ല, മണിയും മണിയുടെ മകളും അഭിനയിച്ചൊരു ആൽബം, അവൻ്റെ നാട്ടിലുള്ള, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആൽബം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണി എന്നെ വിളിച്ചിട്ട് ഞാനാണ് പോയി ഷൂട്ട് ചെയ്തത്. മണിയുടെ അവസാനത്തെ ആൽബവും അത് പശ്ചിമബംഗാൾ ആൽബമായിരുന്നു. അവസാനത്തെ ആൽബവും ഡയറക്റ്റ് ചെയ്തത് ഞാൻ തന്നെ. മണിയുമായിട്ട് വളരെ കാലത്തൊരു ആത്മബന്ധം ഇപ്പോഴും ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന പോലെയുള്ള ആത്മബന്ധം. നമുക്കൊരു ടെക്നിക്കൽ സൈഡിലോട്ടേക്ക് വരാം. ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഒരു എന്താ പറയണ്ടേ, ഇപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്ക് മലയാളം സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലൊക്കെ പോകുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് സാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? ഒത്തിരി പുതിയതായിട്ടുള്ള ഘടകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം സാറിനൊരു പുതിയതായിട്ടോ അല്ലെങ്കിൽ ഒരു വളരെ നല്ലതെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ടെക്നോളജി എന്ന് പറഞ്ഞ സാധനം നമ്മൾക്കാൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഓരോ
നിമിഷങ്ങളും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലൂടെ വളർന്നുകൊണ്ടില്ല. കാരണം സിനിമകളുടെ കാര്യം തന്നെ നമുക്ക് കിട്ടാം. നമ്മൾ സിനിമയാണ് സംസാരിക്കുന്നത്, സിനിമയുടെ കാര്യം കിട്ടും. ആദ്യം ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് കളറിലേക്ക് എത്തി. അതൊരു തൊഴിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അതിൻ്റെ ക്യാമറ പോലെയുള്ള ഉപകരണങ്ങളുമാണ്. ഡിജിറ്റൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്തു, ആനിപ്ലക്സിൽ 2 GB പോലെയുള്ള ക്യാമറകൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെഡ് എന്നുള്ള ക്യാമറ, ഒരുപാട് കാലം റെഡ്, എപ്പിക്, ഡൈമാക്സ് പോലെയുള്ള ക്യാമറകൾ, കഴിഞ്ഞ് ഹീലിയം, ജമിനി എന്ന് പറഞ്ഞ ക്യാമറകൾ. അപ്പോൾ വീണ്ടും അതിന് മേലോട്ട് പോയിട്ട് ആനിപ്ലക്സിൻ്റെ അലക്സ, ഫാൻറ്റം പോലെയുള്ള ക്യാമറകൾ. ഇങ്ങനെ ഈ ഒരു ലെവലിൽ ടെക്നോളജി വളരെ 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 വളർന്നു വരുന്നുണ്ട്. പിന്നെ പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് പഴയ തിയേറ്ററുകളിൽ പോയ അനുഭവമുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അതിനൊക്കൊന്നും അത് ഉണ്ടാകുന്നുണ്ടല്ലേ. ഞങ്ങളൊക്കെ ഡിജിറ്റൽ കുട്ടികളാണ്. ഞങ്ങളൊക്കെ ഈ കളവന്മാരെ നമ്മളൊക്കെ ഈ തിയേറ്ററിൻ്റെ ഈ ഒരു ചെറിയ ചതുരക്കള്ളിയിലൂടെ വരുന്ന പ്രകാശം നോക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ അകത്തൊരു പ്രൊജക്ടർ എന്ന് പറഞ്ഞ സാധനമാണ്. അതിനകത്ത് വലിയ ഫിലിം റോളിൽ ഷൂട്ട് ചെയ്തിട്ട് സിനിമ കാണുന്നൊരു കാലത്ത് നിന്ന് മാറിയിട്ട് സിനിമ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് ഒതുങ്ങുന്ന ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ ഫിലിം മേക്കിംഗ് എന്നത് പഴയതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടോ ടെക്നോളജി വളരുന്നതുകൊണ്ട് നമ്മളെ സഹായിക്കാനാണ് ടെക്നോളജി വളരുന്നത്. നമ്മുടെ ജോലി കുറയ്ക്കാവുന്നതാണ്. പക്ഷെ അതിനൊരു പ്രശ്നമാണ് പറയുന്നത്, തീർച്ചയായിട്ടും പറയാതില്ല. ഇപ്പോഴുള്ള പുതുതലമുറ ഉള്ളൊരു പ്രശ്നമാണ്. അന്നത്തെ കാലത്ത് ഭരതൻ സാറും പത്മനാഭൻ സാറും ജഗി ജോർജ് സാറൊക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന സിനിമാ പ്രവർത്തകർ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ക്യാമറാമാൻ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ക്യാമറമാൻ ആൾക്കാരാകട്ടെ, ക്രൂ ആകട്ടെ, മോൾ ക്രൂ, അവർക്ക് സിനിമയോടൊരു ഡെഡിക്കേഷൻ ഇപ്പോൾ വല്ലാതെ അവരുടെ ക്യാപ്റ്റൻസി മാറുക എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. സിനിമയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ സിനിമ എന്നൊരു കപ്പലിൻ്റെ കപ്പിത്താൻ ഡയറക്ടർ എന്നതിനകത്ത് മാറി സിനിമ എന്ന് നടൻ്റെ കൈവശം പോയത്. ഒരു ഡയറക്ടർ നടനെ വിളിച്ചിട്ട് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയും പിള്ളി സർ എന്ന് പറഞ്ഞ അയാളൊന്ന് അഭിനയിക്കും, പിള്ളി സാറിൻ്റെ പടത്തിൽ, ഭരത് സാറിൻ്റെ പടത്തിലൊന്ന് അഭിനയിക്കും. ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു കഥയുമായി നടൻ്റെ ക്യാരവാൻ്റെ പുറകെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഡെഡിക്കേഷൻ എന്നത് വളരെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നൊരു സ്നേഹപൂർവമായ പരാതിയുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്ടർ എന്നുള്ളതിൻ്റെ ഉപരി മ്യൂസിക് ഡയറക്ടറായിട്ട് സാർ വർക്ക് ചെയ്തു. അതെ, ഞാൻ വയലിലെ ഗാനഭൂഷണം പാസ്സായിട്ടാണ്. അപ്പോൾ ഈ സ്റ്റുഡിയോ എക്സ്പീരിയൻസ്, അതായത് ഇപ്പം ഒത്തിരി മ്യൂസിക് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം ദാസേട്ടൻ്റെ കൂടെ, ചിത്ര ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സുദീപ് ആദ്യ 4-5 സോങ്ങുകൾ എടുത്താൽ അതൊക്കെ ഒരു സോങ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്, കാരണം ഇപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ പുറത്ത് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. കാരണം എല്ലാവർക്കും അത്ര പരിചയമായിട്ടില്ല ഈ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം സാധാരണക്കാരനൊന്നും നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു സാധനമല്ല സ്റ്റുഡിയോ. കാരണം നമുക്കിപ്പോൾ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ട് പരിചയപ്പെട്ട ഒരു കാര്യങ്ങളായിരിക്കും. പക്ഷേ എങ്കിൽ ഒരു സ്റ്റുഡിയോയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കാണാനോ അങ്ങനെയൊന്നും സാധിക്കാത്തൊരു കാര്യം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും 3 സ്റ്റുഡിയോസാണ്. ഒന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഒന്ന് എഡിറ്റിംഗ് സ്റ്റുഡിയോ, ഒന്ന് എഫക്ട് സ്റ്റുഡിയോ, അല്ലെങ്കിൽ എഫക്ട് സ്റ്റുഡിയോ. അപ്പോൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ നേരത്തെ സിനിമയുടെ ചേഞ്ച് പറഞ്ഞ പോലെ തന്നെ റെക്കോർഡിംഗ് പ്രോസസ്സിൽ വല്ലാതെ ചേഞ്ച് വന്നു. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മാക്സലിൻ്റെ, ആദ്യകാലം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ 95 വയസ്സുകാരനല്ല, ഇത് വളരെ റീസെൻ്റാണ് ഈ മാറ്റം ഉണ്ടായത്. ഒരു 15 വർഷം 20 വർഷം ബാക്കോട്ട് എടുത്താൽ പോലും ഇതുപോലെയുള്ള ടെക്നോളജിയിലേക്ക് വന്നില്ല പുതിയ മ്യൂസിക്കായിട്ട്. അപ്പോൾ ആദ്യകാലം നമ്മൾ യൂസ് ചെയ്യുന്ന മാക്സലിൻ്റെ ട്രാക്കുകൾ 4 ട്രാക്ക് 8 ട്രാക്ക് സ്കൂളുകളാണ് ആ കാലത്ത് റെക്കോർഡിംഗ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അഡാപ്റ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടാവുക. നമ്മൾ വീഡിയോ കാസറ്റ് കണ്ടിട്ടുണ്ട്.
വീഡിയോ കാസറ്റിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ടാവും. എഡാക്റ്റ് എന്ന് പറയുന്നത് എഡാക്റ്റിന് ഒരു എഡാക്റ്റിന് 8 ട്രാക്കാണ്. അങ്ങനെ 2 എഡാക്റ്റ് മിക്സ് വെച്ചിട്ട് അങ്ങനെ സിങ്കി അങ്ങനെ 16 ട്രാക്കാണ്. അങ്ങനെയാണ് ആ കാലത്ത് ഈ റീസെൻ്റ്ലി ഈ പ്രോട്ടോകോൾ പോലെ സാധനം വരുന്നത് മുമ്പ് വരെ റെക്കോർഡിങ് നടന്നത് അങ്ങനെ. നമുക്ക് റെക്കോർഡിങ്ങിൻ്റെ സ്റ്റൈൽ വ്യത്യാസമില്ല. കാരണം ആകെ 16 ട്രാക്കേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ 16 ട്രാക്കിലേക്ക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു 1-2 ഇൻസ്ട്രുമെൻ്റൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഇൻസ്ട്രുമെൻ്റ് അറിയിച്ച് മാറി അവർ മാത്രം മാറ്റി വായിക്കേണ്ടി വരും. ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം മുതലേ വായിക്കാനുള്ള അവസ്ഥയൊന്നുമില്ല. അതൊക്കെ വളരെ പണ്ടത്തെ കാലം. അതിനുശേഷം പ്രോട്ടൂൾ പോലെയുള്ള പുതിയ സോഫ്റ്റ്വെയറുകൾ വന്നപ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി കോമ്പാക്റ്റ് സ്റ്റുഡിയോയുടെ വലിപ്പം കുറഞ്ഞു. അത് ഈ സ്റ്റുഡിയോ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ആ മിക്സർ ഇപ്പോൾ ഞാനേ ഇരിക്കുന്ന ഈ ഒരു സോഫയുടെ വലിപ്പമുണ്ടാവും. ഇന്നിപ്പോൾ O3D പോലെയുള്ള ചെറിയ ഒരു പെട്ടി മിക്സറിലേക്ക് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇതൊക്കെ ഒതുക്കാൻ പറ്റും. അപ്പോൾ റെക്കോർഡിങ്ങും എളുപ്പമായി. കാരണം ഇതങ്ങനെ ടെക്നോളജി എന്ന സാധനം വളരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എളുപ്പമാണ്. ഞങ്ങൾ ആദ്യത്തെ 10 പുളിയോരം എന്നുള്ള സാധനത്തിൻ്റെ ദാസേട്ടൻ പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടുന്ന് മദ്രാസിൽ മ്യൂസിക് സോൺ എന്ന സ്റ്റുഡിയോയുടെ പാടി മ്യൂസിക് സോൺ സ്റ്റുഡിയോയിൽ പോകുന്നു. അത് ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങനെ കുറേ കാത്തിരുന്നപ്പം ദാസേട്ടൻ്റെ ഫ്രണ്ട്സ് വരുന്നു. അതുവരെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക കൈയിലെ കളിച്ചു വരുന്ന പോലെ തോരുന്നു. മഹാതേജസ്വിയായ ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു. പുള്ളി കൂടെ വരുന്നു, പാടുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കമ്പോസ് ചെയ്യുന്നു, നയന ട്രാക്ക് പാടുന്നു. ആ ട്രാക്ക് എടുത്തിട്ട് അമേരിക്കയിലുള്ള ദാസേട്ടൻ മെയിൽ ചെയ്യുന്നു. അദ്ദേഹം അവിടുന്ന് പാടുന്നു. വോയിസ് മാത്രം വേവായിട്ട് ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നയനയുടെ കുറച്ച് നയന പാടുന്നു. അപ്പോൾ വരുമ്പോൾ DX വാങ്ങുന്നത് നയന ആൻഡ് യേശുദാസ് നയന ദാസേട്ടനെ കണ്ടിട്ടുണ്ടാകും. ആ സ്ഥലത്ത് നിന്ന് മാറി ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചേഞ്ചസ് എന്നുള്ള സാധനം ടെക്നോളജിക്കൽ ചേഞ്ചസ് എല്ലാ ഇടങ്ങളിലും എല്ലാം നേരെ പറഞ്ഞ പോലെ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പൊതുവെ പബ്ലിക് അറിയാറില്ല. കാരണം അതൊരു എന്താ പറയുക ഒരു രഹസ്യ